ഹായ്, ദാ നമുക്കൊരു അടിപൊളി കപ്പങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവനെ വെച്ചിട്ട് ഒരു ജാം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മുടെ കപ്പങ്ങയൊക്കെ ഞാൻ കഴുകിയൊക്കെ വെച്ചേക്കണതാണ്. പിന്നെ നമ്മുടെ തന്നെ കപ്പങ്ങയാണ്. അപ്പോൾ നമുക്ക് ദാ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു, നാര്, തോല് എല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് വരാം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമുക്കതിന് വേണ്ടിയിട്ട് വീഡിയോ നീട്ടണോ? എന്തായാലും നമ്മുടെ പപ്പായയെ ഇപ്പോൾ നമുക്ക് മുറിച്ചിങ്ങനെ മാറ്റി റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ വെക്കട്ടെ. എന്നിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തിന് വെളുത്തത് കൊണ്ട് തന്നെ അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് കുറച്ചുണ്ടാക്കിയാൽ മതിയോ കൂടുതലുണ്ടാക്കണോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഞാൻ. എന്തായാലും പഴുപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ, അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഉള്ളിൽ നിന്നും കാമ്പെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ അതാ കുരു ഉള്ള ഭാഗത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി. നമ്മുടെ കറ്റാർവാഴയുടെയൊക്കെ ജെല്ലെടുക്കും പോലെ നല്ല പഴുത്ത പപ്പായ തന്നെ ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുപോലെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൾപ്പ് റെഡി. അങ്ങനെ എല്ലാ പൾപ്പും എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നടക്കാം. വളരെ ഈസി ആയിട്ടോ ഇത് ജാം ഉണ്ടാക്കൽ. അപ്പോൾ നമുക്ക് മാമ്പഴം വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ കപ്പങ്ങയുള്ളത്. പഴുത്ത മാമ്പഴം, നല്ലോണം പഴുത്ത മാമ്പഴമൊന്നുമില്ല. നല്ലോണം പഴുത്ത മാമ്പഴമൊക്കെ വരുമ്പോൾ നമുക്ക് അത് വെച്ചുണ്ടാക്കാം. തൽക്കാലം നമുക്ക് നമ്മുടെ കപ്പങ്ങ വെച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെ പൾപ്പൊക്കെ എടുത്തിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കപ്പങ്ങ പൾപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇനി പിന്നെ നമുക്ക് നമ്മുടെ കടകോല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചെടുക്കാം കേട്ടോ, നല്ലതുപോലെ. എന്നിട്ട് ഇത് എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കണം നമുക്ക്. എന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അളവനുസരിച്ചിട്ട് വേണമല്ലോ സാധനങ്ങൾ ചേർക്കാൻ. അപ്പോൾ നമുക്കിത് ഒന്ന് ഉടച്ചിട്ടൊക്കെ ഞാൻ വരട്ടെ. എന്നിട്ട് നമുക്ക് അളവ് നോക്കാം കേട്ടോ. ഉടയ്ക്കാനൊന്നും ഇല്ല, തൊട്ടപ്പോഴേക്കും ഉടഞ്ഞു സംഭവം. ഇനി നമുക്ക് എന്താ വേണ്ടേ, വേണ്ട ഇത് എത്ര ഗ്ലാസ് അല്ലെങ്കിൽ ബൗൾ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ പൾപ്പിൻ്റെ അളവൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവനെ ഈ ചെറിയ ബൗളിലേക്ക് അങ്ങോട്ട് ആക്കിയാലോ. ഒരു അളവ് കിട്ടണ്ടേ. ഇത്രയും വലിയ പാത്രത്തിലൊക്കെ എങ്ങനെ അളവ് കിട്ടുക അല്ലേ. നമുക്ക് ഏകദേശം എന്താ നോക്കാമല്ലോ. ഒരു 3/4 ബൗളുണ്ട് ഇതിന് നമ്മുടെ പൾപ്പ്. ഇത് ബാക്കിയും കൂടെ തൂത്തിട്ട് വരുമ്പോൾ ഏകദേശം ഒരു ബൗള് പൾപ്പാകും. നമുക്ക് അത് തൂത്തിട്ടിട്ട് കാണാം. അപ്പോൾ അതാണ് നമുക്ക് ടോട്ടൽ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഞാനൊരു പകുതി കപ്പങ്ങ എടുത്തിട്ടുള്ളൂ, പകുതി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇനിയും നമ്മളെ പഠിപ്പിച്ചവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് തിളപ്പിക്കാനാണ് പറയണത്. അപ്പോൾ നമുക്കിത് തിളപ്പിക്കാൻ തുടങ്ങാം. ഞാൻ നല്ലൊരു സ്റ്റീൽ പാത്രം തന്നെ എടുത്തേക്കണേ, നമ്മുടെ ചായപാത്രം. അപ്പോൾ അത്യാവശ്യത്തിന് കട്ടിയുണ്ട്, പിടിയുണ്ട്, പിടിക്കാൻ എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ തുടങ്ങാം. തിളപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് സാധനമുണ്ട്, അതെടുത്ത് വയ്ക്കാം. ഇതുകൂടെ ഇരിക്കട്ടെ. ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മളെടുത്ത അളവുണ്ടല്ലോ, പഴത്തിൻ്റെ കാമ്പ്, കപ്പങ്ങയുടെ കാമ്പ് എത്ര കിട്ടിയോ അത്രയും തന്നെ നമുക്ക് പഞ്ചസാര. പിന്നെ കപ്പങ്ങയ്ക്ക് മധുരമുണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഒരു മുളകിൻ്റെ അരി വീണ് കിടക്കുന്നു. ഇതിൽ എരിവ് വേണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ജാമിന് അല്ലേ. അപ്പോൾ ഇത് മതി പഞ്ചസാര. നമുക്ക് പഞ്ചസാര ഇവിടെ ഇരിക്കട്ടെ. ഇനിയും വേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ഇനിയത്തെ പരിപാടി ഇത് തന്നെയാണ്. നമ്മൾ അടുപ്പത്ത് വെച്ച് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുക. അപ്പോൾ മരത്തവി തന്നെ എല്ലാത്തിനും എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ കപ്പങ്ങ നല്ലപോലെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര അലയും തോറും വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്കിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം.
അങ്ങനെ വീണ്ടും നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കൂടെ ഇടാം. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ജാമിൻ്റെ രീതിയിലേക്കൊക്കെ വന്നുണ്ടല്ലേ. അത് ഇതിൽ ശരിക്ക് കാണുന്നില്ല വീഡിയോയിൽ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തരി പോലെയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിടന്നോട്ടെ, ജാമിൽ അങ്ങനെ കിട്ടില്ലേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത്രയും അങ്ങോട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാഞ്ഞത്. ഇത് കറക്റ്റ് അവർ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്യണേ. പിന്നെ എൻ്റെ വകയായിട്ട് ഞാൻ നല്ല ഇതാക്കിയില്ല എന്ന് മാത്രം. എന്താ വെച്ചാൽ ചെറിയ തരികൾ കിടപ്പുണ്ട്, ആ രീതിക്കാണ് എടുത്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കി നമ്മുടെ ജാമിൻ്റെ പരുവ് എങ്ങനെയാണ് എന്നുള്ളത് കാണാം കേട്ടോ. ബാക്കിയും കൂടെ ഇടട്ടെ. നമ്മുടെ കപ്പങ്ങയുടെ കളർ കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ കളർ ചേർത്ത് നിങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ. ഒട്ടും കളർ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ റെഡ് ലേഡി കപ്പങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയേക്കുന്നത്. നമ്മുടെ സാധാരണ കപ്പങ്ങയ്ക്ക് ഇത്രയും കളർ കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വേറെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. കളർ ചേർക്കണം എന്നുള്ളവർക്ക് നമുക്ക് തിളച്ച് വാങ്ങുന്നതിന് മുമ്പായിട്ട് കളർ ചേർക്കാം കേട്ടോ. സ്വല്പം നല്ല എന്താ പറയുക, നല്ല കമ്പനിയുടെ നോക്കിയിട്ട് വേണം കളർ വാങ്ങിക്കാനും ചേർക്കാനും ഒക്കെ ഒരു തരി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ റെഡ് ലേഡി കപ്പങ്ങ കൊണ്ട് ഉണ്ടാക്കി പിന്നെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ ജാം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഹായ്, എന്താ രസമല്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. നമ്മൾ ചെറിയൊരു മീഡിയം തീയിലിട്ട് അങ്ങനെ തിളപ്പിച്ചു. അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ എന്തായാലും നമ്മുടെ ജാമിൻ്റെ പാകത്തിലേക്ക് ആയിട്ടില്ല, ആയി വരട്ടെ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം തോന്നില്ലേ ഇത് ജാമിൻ്റെ പാകമായി എന്നൊക്കെ. അപ്പോൾ ഒരു തുള്ളി അതിൽ നിന്ന് നമുക്ക് കോരി എടുത്തിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റില്ലേ അതിലേക്ക് ഈ തുള്ളി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയി വന്ന സമയത്താണ് നമ്മളാ ചെയ്തേക്കണേ. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അവിടെ ഇരുന്ന് തണുത്ത് വരുമ്പോൾ അതായോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അറിയണേന്ന് കാണാം. ശരിക്കും നമുക്കുണ്ടല്ലോ അതിൽ നിന്ന് ഒഴിച്ച് നോക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയപ്പോഴും കണ്ടോ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ജാമ വിട്ടു പോകുന്ന പോലെ കണ്ടോ, കട്ടയായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ജാമായി എന്നുള്ളത്. അതുപോലെ തന്നെ ആ പ്ലേറ്റിൽ ഒഴിച്ചത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ ഇതിങ്ങനെ ജാം ഇങ്ങനെ വിട്ടു പോകുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇത് ഇങ്ങോട്ട് വിട്ട് താഴേക്ക് പോരും. അപ്പോൾ അങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ജാം പാകമായി നിർത്താമെന്നുള്ളത്. ഇത് ഏകദേശം അടുക്കായപ്പോഴാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കണ്ടോ വിട്ടു പോന്നു തണുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്കിനി നമ്മുടെ ജാമിനെ ഓഫാക്കാം. കാരണം ഇത് തണുക്കുന്ന സമയം കൂടെ ഞാൻ അവിടെ വച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതാ കണ്ടോ വിട്ടു പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മുടെ സിട്രിക് ആസിഡ് ചേർക്കാനാണ് അവർ പറയുന്നത്. നമ്മൾ സിട്രിക് ആസിഡിന് പകരം നമ്മളുടെ ചെറുനാരങ്ങയെ ചേർത്തു. എന്നിട്ട് അങ്ങോട്ട് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ജാം റെഡി. എന്താ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഞാൻ തന്നെത്താനെ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് കൈ എൻ്റെ തട്ടുന്നുണ്ട് അതിലേക്ക്, അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു അനക്കം തട്ടിയത്. അപ്പോൾ നമുക്കിവിടെ നിർത്തിയാലോ ജാമിൻ്റെ പാകം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാ കണ്ടോ സൈഡൊക്കെ വരുമ്പോൾ കണ്ടോ കറക്റ്റായി എന്നറിയാം. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറക്കും ഇത്. അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. സത്യം പറഞ്ഞുണ്ടല്ലോ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പിന്നെയും നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ എനിക്ക് തോന്നിപ്പോവുക. എന്ത് രസമായിട്ടാണ് നമ്മുടെ ജാം വന്നേക്കണല്ലേ. ഇത് റെഡി ആയിട്ടില്ല, തണുക്കാൻ വെച്ചേക്കണ ജാമാണ് ഞാൻ. തണുത്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് പാകാവുക. എന്താ അതിൻ്റെ കളറും ഭംഗിയും കണ്ടിട്ടുണ്ടല്ലോ, തിളക്കമൊക്കെ കണ്ടിട്ട് പിന്നെ എടുത്തു പോവുക സത്യത്തിൽ. ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ നമ്മുടെ ജാം അങ്ങനെ റെഡിയായി. നമുക്ക് ഇതാ ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് മാറ്റും കേട്ടോ. കണ്ടോ ചരിച്ചപ്പോഴേക്കും തന്നെ വിട്ടു പോന്നു. അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ നല്ല ഉണങ്ങിയ പാത്രത്തിൽ ഒരു തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതുമ്മേ ഒഴുകാണ്ട് ഇങ്ങനെ വിട്ടുപോരും എന്നാണ് പറയണേ. അതാണ് ജാമിൻ്റെ പാകം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ശരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണേ. പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എല്ലാവരും.
ആഹാ, അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി ജാം റെഡി. അപ്പോൾ അതേ എൻ്റെ സ്പെഷ്യൽ ബ്രെഡല്ല കേട്ടോ, ജാം. ബ്രെഡ് സ്പെഷ്യൽ ജാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു പാത്രത്തിൽ ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ, നല്ലോണം 3/4 ഭാഗത്തോളം കപ്പങ്ങയുടെ പഴുപ്പെടുത്തിട്ടാണ്, പഴുത്ത കപ്പങ്ങയുടെ. അപ്പോൾ അതൊരു 100 ഗ്രാം വരുമായിരിക്കും. അത്ര നല്ല പഞ്ചസാര എടുത്തിട്ടുണ്ട്, വേറൊരു സാധനം ഇല്ല ഇതിൽ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിന് ഒരു പാത്രത്തോളം നമുക്ക് നിറച്ച് കിട്ടിയെന്നുള്ളതാണത്. കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതിന് നിറച്ച് ശരിക്കുണ്ട്, അത് കൂടിയാലേ ഉള്ളൂ. വിരുമ്പ് നിൽക്കാൻ പാകത്തിന് നമുക്ക് കിട്ടി. ഇത്രയും സാധനം ജാം കിട്ടിയില്ലേ. നമ്മൾ അത്രയും കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കില്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കപ്പങ്ങ ഈ പഴുത്ത് വീഴുന്നതൊക്കെ കളയണ നേരം, മാമ്പഴം അതേപോലെ അധികം നേരമില്ലാത്ത മാമ്പഴം കഴിക്കണം നല്ലത്. അതൊക്കെ കളയണ നേരത്ത് നമുക്കിങ്ങനെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇനി ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടത്. ഈ പാത്രം എടുത്ത് വെച്ചത് വെറുതെ ഒരു അളവ്, ഞാൻ ഉദ്ദേശിച്ചിരുന്നു 100 ഗ്രാം എന്നുള്ളത്, എന്നാലും ഉറപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മളെടുത്ത അളവ് 100 ഗ്രാം കപ്പങ്ങ പഴുപ്പും 100 ഗ്രാം പഞ്ചസാരയും കറക്റ്റായി. അപ്പോൾ ഒരു 150-200 ഗ്രാമോളം സാധനം കിട്ടി നമുക്ക്. നല്ല അടിപൊളി ജാം കണ്ടോ, നല്ല ഡീസന്റ് കളറും. കളർ ചേർത്തിട്ടേ ഇല്ല. അതാണ് ശരിക്കും നമ്മൾ ജാം എടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. കണ്ടാലേ അതെ, നല്ല എന്താ സിൽക്കി ജാം. ഇനി ടേസ്റ്റ് കൂടി അറിയണം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ കഴിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് 2 ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അറിയില്ല. അപ്പോൾ ഒറ്റ ബ്രെഡിൽ നമുക്കിങ്ങനെ നിറച്ച് ജാമാക്കിയിട്ട് ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും നമുക്ക്. മറ്റൊരു കുഞ്ഞു പാത്രത്തിന് തന്നെ എത്ര രൂപ കൊടുക്കണം നമ്മളല്ലേ. ഇപ്പം മാമ്പഴക്കാലമാണ്, സീസൺ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സീസണാകുമ്പോൾ ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടും മിക്സഡ് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ കിട്ടെ, നീ കഴിച്ച് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. അതാ കറക്റ്റ് ഗ്ലേസിങ്ങും കളറും, കളറ് ചേർക്കാണ്ട് തന്നെ കിട്ടിയെന്നുള്ളതാണ്. അത് നമ്മുടെ റെഡ് ലേഡി കപ്പങ്ങ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും കളറ്. മറ്റേ കപ്പങ്ങയ്ക്കാണെങ്കിൽ അത്രയും കിട്ടില്ല. അത് വാങ്ങുന്ന ജാമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. അതെല്ലേ, സത്യം പറയണം. കാരണം നമ്മൾ പറയണ കേട്ടിട്ടാണ് അവരുണ്ടാക്കുക, നിങ്ങൾ ഉണ്ടാക്കുക അല്ലേ. മധുരം കറക്റ്റാ. ഇത് കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് വരും. ഇല്ല, അതിൻ്റെ അളവ് അതാണ്. നമ്മൾ ഏത് പാത്രത്തിൽ പൾപ്പെടുക്കുന്നു അത്രയും തന്നെ പഞ്ചസാര എടുക്കുക. ഞാൻ കഴിച്ചായിരുന്നു, ഞാൻ വെറുതെ ടേസ്റ്റ് നോക്കി അപ്പോൾ തന്നെ. അല്ല അത് മധുരമൊക്കെ കറക്റ്റ്. അതിൽ കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കപ്പങ്ങന്നൊന്നും ആരും പറയില്ല. നമ്മൾ കറക്റ്റ് ജാമിൻ്റെ പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കപ്പങ്ങ കഴിക്കാത്ത പിള്ളേർ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ്. പറഞ്ഞപ്പോഴാണ് കപ്പങ്ങയാണെന്ന് മനസ്സിലായത്. ആണോ? ഞാൻ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ടാക്കൂലേ, അത് നേരമാണെന്നാണ് വിചാരിച്ചത്. ഞാനിതൊരു പൊടിക്ക് മധുരം കുറയ്ക്കാം, കാരണം കപ്പങ്ങയ്ക്ക് നല്ല മധുരമുള്ള അപ്പം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം. തൽക്കാലത്തേക്ക് ബൈ ബൈ.